ഹലോ ഗായ്സ്, ഇത്തിരി ഹാപ്പി ആയിട്ടുള്ളൊരു ഇൻട്രോയ്ക്ക് കാരണം ഞാനൊരു 10 മിനിറ്റ് കൊണ്ട് ഒരു അടിപൊളി പാസ്ത ഉണ്ടാക്കി കൊടുക്കാമെന്ന് പറഞ്ഞു കേട്ടോ. അതിന് ഫസ്റ്റ് സ്റ്റെപ്പാണ് നിങ്ങൾ ഈ കാണുന്നത്. ആദ്യം തന്നെ ചിക്കനിൽ കുറച്ച് പെപ്പർ പൗഡറും ഒറിഗാനും കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും കുറച്ച് വിനാഗിരിയും കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്തതിനു ശേഷം കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെക്കുക. ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ തേച്ചിട്ടുള്ള മസാലയൊക്കെ ചിക്കനിൽ ഒന്നും കൂടി നന്നായിട്ട് പിടിച്ചു വരും കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഒരു പാൻ എടുത്തിട്ട് അതിൽ ബട്ടർ ഇട്ട് ചൂടായതിനു ശേഷം നമുക്ക് ഈ ചിക്കൻ ഒന്ന് പൊരിച്ചെടുക്കാം. ഈ ചിക്കൻ പൊരിച്ചെടുക്കാനാണ് ഇതിൽ ഇത്തിരി ടൈം വേണ്ട കാര്യം. ഇത്തവണ തന്നെ വീഡിയോഗ്രാഫർ ഭയങ്കര പ്രോ ആയ കാരണം തന്നെ ഭയങ്കര സാഹസികമായ ഷോട്ടുകൾ നിങ്ങൾക്ക് ഇതിൽ കാണാൻ പറ്റും. ചിക്കനൊക്കെ അവിടെ കിടന്നിട്ട് വേവുന്ന സമയം കൊണ്ട് നമുക്ക് പാസ്ത ഒന്ന് വേവിച്ചെടുക്കാം. ഇതിനായിട്ട് ഒരു പാത്രത്തിൽ വെള്ളം ഒഴിച്ച് അത് ചൂടാവുന്ന സമയം കൊണ്ട് കുറച്ച് ഓയിലും അതുപോലെ തന്നെ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക. ഓയിൽ ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മുടെ പാസ്ത ഒട്ടിപ്പിടിക്കില്ല. പിന്നെ നമ്മുടെ പാസ്ത എല്ലാം അതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അടച്ചു വയ്ക്കുക. അത് അവിടെ കിടന്ന് വെന്തോട്ടെ. അപ്പോഴേക്കും നമ്മുടെ ചിക്കനൊക്കെ ഇവിടെ വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ഇതിലേക്കുള്ള മസാല ഉണ്ടാക്കിയെടുക്കാം. നമ്മൾ വൈറ്റ് സോസ് പാസ്ത ആട്ടോ ഉണ്ടാക്കുന്നത്. ബട്ടർ ചൂടായതിനു ശേഷം അതിലേക്ക് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള ഉള്ളിയും വെളുത്തുള്ളി ഇട്ട് കുറച്ച് ചില്ലി ഫ്ലേക്സ് ഇട്ടിട്ട് നന്നായി വഴിച്ചെടുക്കുക. അതിനുശേഷം ഫ്രഷ് ക്രീം ആട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി കുറച്ചും കൂടി ലൂസായിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം വേവിച്ച് വെച്ച പാസ്തയുടെ വെള്ളം കുറച്ച് മാറ്റി വെച്ചിട്ട് അതും കൂടി ഒഴിച്ചു കൊടുക്കണേ. ഈ ഒരു മിക്സ് നന്നായി തിളച്ച് വരുമ്പോൾ നമ്മൾ അതിലേക്ക് കുറച്ച് ഒറിഗാനും പെപ്പർ പൗഡറും ഉപ്പും ഇട്ടിട്ട് നന്നായി മിക്സ് ചെയ്യണം. പിന്നെ ഇതിലേക്ക് കുറച്ച് ചീസും കൂടി ഇട്ടിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷമാണ് നമ്മൾ ആദ്യം വേവിച്ച് വെച്ചിട്ടുണ്ടായത് ചിക്കൻ ഉണ്ടല്ലോ, അതിങ്ങനെ ചെറുതായിട്ട് പീസാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതും കൂടി ഇട്ടിട്ട് നന്നായി മിക്സ് ചെയ്യുന്നുണ്ട്. ഇനി നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള പാസ്തയും കൂടി അതിലേക്ക് ഇട്ടിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. ലാസ്റ്റ് ഫ്ലെയിം ഓഫ് ചെയ്തതിനു ശേഷം കുറച്ച് ചീസും പെപ്പർ പൗഡറും ഇട്ടിട്ട് അടച്ചു വെക്കുക കേട്ടോ. ഇനി കഴിക്കുന്ന സമയത്ത് ഇത് നന്നായി മിക്സ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ നമ്മുടെ ക്രീമി ചിക്കൻ പാസ്ത അവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് കഴിച്ചവർക്കെല്ലാം നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ പറ്റുന്നവരൊക്കെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയാം. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണാം. ഓക്കെ, ബൈ.